എനിക്ക് വേറൊരു ചോദ്യമുണ്ട്. കേരളത്തിൽ മലയാളം ചാനലുകൾ എക്സിറ്റ് പോൾ നടത്താത്തത് എന്തുകൊണ്ട്? ഇതിപ്പോൾ ഓൾ ഇന്ത്യ എക്സിറ്റ് പോൾ നടത്തുന്നു. ഓൾ ഇന്ത്യ നടത്താൻ വലിയ സംവിധാനവും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു ഏജൻസി കണ്ടുപിടിക്കണം, ആ ഏജൻസിക്ക് പൈസ കൊടുക്കണം, അത്രയും പൈസ ചാനലുകൾക്കില്ല. ശരി, മനസ്സിലാക്കാം നമുക്ക്. അത് തന്നെ കള്ളമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കേരളത്തിൽ ഇവരുടെ എക്സിറ്റ് പോൾ എവിടെ പോയി? ഏഷ്യാനെറ്റിന് നടത്താം, നാട് നീളെ എല്ലായിടത്തും ബ്യൂറോ ഒക്കെ ഉണ്ട്. ഇവർക്കൊരു എക്സിറ്റ് പോൾ നടത്താൻ വലിയ പാടൊന്നും. എക്സിറ്റ് പോളും സാമ്പിളാണല്ലോ ഇതൊക്കെ എടുക്കുന്നത്. അല്ലാതെ ഓരോ പോളിംഗ് ബൂത്തിലും പോയിട്ട് ഇറങ്ങി വരുന്നവരോട് ചോദിച്ചിട്ടാണോ? അല്ല, ഇറ്റ്സ് ഓൾ സാമ്പിൾ. വൈ ദിസ് വാസ് നോട്ട് ഡൺ? ഇന്നിപ്പോൾ ഞാൻ മലയാളം ചാനലുകൾ 2-3 എണ്ണം വെച്ച് നോക്കിയപ്പോൾ കരച്ചിലാണ്. അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ സുഖമുണ്ട് കേട്ടോ, ബട്ട് കരച്ചിലാണ്. അതെങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ്. കാരണം ഈ പറഞ്ഞ LDF 19, BJP 1 എന്ന് കാണിച്ച റിസൾട്ട് ഉണ്ടല്ലോ, ഈ ഇന്ത്യ മുന്നണി 19. അപ്പോൾ LDFന് 0. ഇതാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല 2-3 സർവേകളിൽ LDFന് 0 മുതൽ 4 വരെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. അപ്പോൾ 0 ഒരു പോസിബിൾ ഫിഗറാണ് LDFന് എന്നുള്ള ഞെട്ടൽ ഭയങ്കരമായിട്ട് മലയാളം ചാനലുകളെ ബാധിച്ചിട്ടുണ്ട്. അവർ പറയുന്നു ഇത് എന്താ ഇത്, BJPക്ക് പോലും 1 മുതൽ 3 വരെ എന്ന് പറയുന്നു, CPMന് 0 മുതൽ 4 വരെ എന്ന് പറയുന്നു. 0 ഫിഗറിൽ വരുന്നത് ആനുഷംഗികമായിട്ടെങ്കിലും വരുന്നത് LDFനാണ്. അതിൻ്റെ ഒരു പരാജയം, ഞെട്ടൽ അതിൽ നിന്ന്. എന്നാൽ ഇവരുടെ കയ്യിലൊരു ഫിഗർ ഇല്ല പറയാനായിട്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിസിബിലിറ്റി കുറവാണ്. സാമ്പിത് പാത്ര വക്താവായിരുന്നുകൊണ്ട് നേരം വെളുക്ക് വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് TV വരും. അത് കൂടാതെ ഡിബേറ്റിൽ വന്നിട്ട് ആൾക്ക് ഭയങ്കര സ്മാർട്ട് ആളാണില്ല. ഫിഗേഴ്സൊക്കെ ഇങ്ങനെ വിരൽത്തുമ്പിലിരിക്കുന്ന സാമർഥ്യമാണ് സാമ്പിത് പാത്രയുടെ. അപ്പോൾ സാമ്പിത് പാത്ര ഒരു ഓൾ ഇന്ത്യ വിസിബിലിറ്റി ഉള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ പൊളിറ്റിക്സ് അറിയാവുന്ന ഒരു ധർമ്മേന്ദ്ര പ്രധാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ബാക്കി ബഹളം കാണുന്നവരും കൂടെ സാമ്പിത് പാത്രയെ കാണും. അതാണ് ഞാൻ പറഞ്ഞത്, സാമ്പിത് പാത്രയ്ക്ക് പുറത്ത് പാള വെച്ച് കിട്ടേണ്ടി വരും. BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മാത്രമല്ല അടി, ചാനലുകൾ മുഴുവൻ നടന്നടി മേടിക്കേണ്ടി വരും. അതെ, ആ അവസ്ഥയായിരുന്നു. രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ ചോദ്യത്തിനൊരു മറുപടിയായില്ല. കേരളത്തിലെ ചാനലുകൾ എന്തുകൊണ്ട് എക്സിറ്റ് പോൾ നടത്തിയില്ല? എനിക്ക് ഒന്നുമില്ലെങ്കിലും അവിടെ ആഫീസിലിരുന്ന് എക്സിറ്റ് പോൾ ഉണ്ടാക്കിയെടുത്തെങ്കിലും കൊടുക്കണ്ടേ? 2010 വളരെ എളുപ്പം. പിന്നെ പ്രധാനമന്ത്രി ആകുമെന്നുള്ള മനോരമ നടത്തിയെന്ന് തോന്നുന്നു. പ്രീ പോൾ സർവീസ് നടത്തിയിരുന്നു, ഒപ്പീനിയൻ പോൾ കേരളത്തിന്റെ 1-2 ചാനൽസ് ഒക്കെ നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു മനോരമ നടത്തിയിരുന്നു തോന്നുന്നു. പക്ഷേ എക്സിറ്റ് പോൾ കണ്ടിട്ടില്ല നിലവിൽ. അതെന്താ ചെയ്യാത്തത്? അത് യു ക്യാൻ ഫാബ്രിക്കേറ്റ് എക്സിറ്റ് പോൾ ഓൾസോ ആസ് യു ഫാബ്രിക്കേറ്റഡ് ആസ് ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള റിസൾട്ട് നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഉണ്ടാക്കാമെങ്കിൽ 2 ദിവസത്തിന്റെ ഐസെല്ലാം ഉണ്ടാവും. ഇന്ത്യ മുന്നണി ജയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോട്ടെ, ഇന്ത്യ മുന്നണി ഇതൊന്നും വേണ്ട. ഞങ്ങൾ കേരളത്തിലെ 20 സീറ്റിൽ ഞങ്ങൾ എക്സിറ്റ് പോൾ നടത്തി. അതിലിതാ 10 എണ്ണം ഇവർക്കാണ്, LDFനാണ്, 9 UDFന് ഉറപ്പാണ്, 0 മുതൽ 1 വരെ BJPക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കും തരക്കേടില്ല, മറ്റേ 2 കക്ഷികൾക്കും തരക്കേടില്ല. മറ്റൊരു സമ്മതിക്കൊന്നുമില്ല. 10 അല്ല ഞങ്ങൾക്ക് 20 കിട്ടുമെന്നൊക്കെ പറയും. എന്നാലും ഉള്ളിലൊരു സുഖം, 9 ഇരിക്കട്ടെ കോൺഗ്രസ്സുകാരും വിചാരിക്കും. BJPക്കാർക്കും സുഖം, ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ, സുരേഷ് ഗോപിയെങ്കിലും ജയിക്കുമപ്പാ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഹാപ്പി, LDFും ഹാപ്പി. ഇങ്ങനെ ഒരു ഈ എക്സിറ്റ് പോൾ ഞാൻ നടത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ റിസൾട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ആർക്കാ ഇത് നടത്തിയില്ല എന്ന് പറയാൻ പറ്റുന്നത്? അതെ, ഇത് നിങ്ങൾ 2 പേരും കാണുന്നുണ്ടോ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന്? ഞാൻ പറയുന്നത് ഞാൻ എക്സിറ്റ് പോൾ നടത്തി, എല്ലാം ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞെങ്കിലും മുഖം രക്ഷിക്കുക. 2 ദിവസം എങ്കിൽ 2 ദിവസം, പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയും കിട്ടിയില്ല. എക്സിറ്റ് പോളിൻ്റെ എറർ ഓഫ് മാർജിൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് ജോർജ് വർഗീസ് എന്ന് പറഞ്ഞിട്ട് വിദഗ്ധനെ കൊണ്ടുവന്നിരുത്തിയാൽ മതി. പുള്ളി വാചകം വിളിച്ചിട്ട് ഇതിനെ ന്യായീകരിച്ചോളും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരങ്ങ് വിടുമല്ലോ, ചോദിച്ച് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക, അതങ്ങ് പൊക്കോളും. അതാണ് ഇതും കഴിഞ്ഞു പോകും എന്നൊരു പ്രിൻസിപ്പിളുണ്ടല്ലോ. ഏത് കുഴപ്പത്തിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാലും അതൊരു 5-6 മിനിറ്റേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു. അതെങ്കിലും മലയാള മാധ്യമങ്ങൾ ചെയ്യണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്.